മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം. ശൂന്യതയിൽ നിന്ന് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച നേതാവിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന ദിനത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, കോൺഗ്രസിന്റെ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം എങ്ങനെ ഓർത്തെടുക്കാം? വൃന്ദ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം, സമാനതകളില്ലാത്ത പകരം വെക്കാനില്ലാത്ത നേതാവ്, അതായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആ വിടവ് നികത്താൻ കഴിയാത്തതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിയോഗം. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എപ്പോഴും ആൾക്കൂട്ടത്തിന് ഇടയിലായിരുന്നു. രാവെന്നോ പകലെന്നോ, ചൂടെന്നോ തണുപ്പെന്നോ വെയിലെന്നോ മഴയെന്നോ വകഭേദമില്ലാതെ ഉമ്മൻചാണ്ടിയായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏറെക്കാലം കേരളത്തിൽ മുന്നോട്ട് നയിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗ്രൂപ്പ് വൈരങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും അവസാന വാക്ക് ഉമ്മൻചാണ്ടിയായിരുന്നു. ആ ഉമ്മൻചാണ്ടി നഷ്ടമായി ഒരു വർഷം തികയുന്ന ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അനുസ്മരണങ്ങൾ നടക്കുകയാണ്. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്തിയുറങ്ങുന്ന തന്റെ ഇടവകപ്പള്ളിയായ പുതുപ്പള്ളിയിൽ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുണ്ട്. KC വേണുഗോപാൽ, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളുണ്ട്. രാവിലെ മുതൽ തന്നെ പുതുപ്പള്ളി പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന, ഉമ്മൻചാണ്ടിയെ ആരാധിക്കുന്ന, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളുടെ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിലേക്ക് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിവേദനങ്ങളുമായി എത്താൻ ആളുകളുടെ ഒരു ഒഴുക്ക് തുടരുകയാണ്. അവിടെ ഇന്ന് പ്രത്യേക കുർബാന പള്ളിയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുന്നത്. വൈകിട്ട് 3 മണിക്കാണ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുന്നത്. ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ ഓരോ ബൂത്ത് കമ്മിറ്റികളിലും ഇന്ന് തങ്ങളുടെ പ്രിയ നേതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേരുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, താഴെത്തട്ടിലുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് വിപുലമായ അനുസ്മരണ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം അനാഥാലയങ്ങളും ആശുപത്രികളും വൃദ്ധസദനങ്ങളും കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ജൂൺ 18 പുലർച്ചെ 4:43 ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ദിനത്തിൽ ഇന്ന് തങ്ങളുടെ പ്രിയ നേതാവിനെ ഓർത്തെടുക്കാൻ, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ വിയോഗം ഒരു തീരാ നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഉമ്മൻചാണ്ടി ശൈലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഉമ്മൻചാണ്ടി ടച്ച് ഉണ്ടായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും. ആ ഉമ്മൻചാണ്ടിയുടെ വിടവ് നികത്താനാവാത്ത വിടവാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നും ആ വിടവ് തീർക്കാൻ, അല്ലെങ്കിൽ നാളുകളിൽ ആ വിടവ് നികത്താൻ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറ്റൊരാളും ഉദയം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃന്ദ, നിതിൻ, തീർച്ചയായും വലിയൊരു ശൂന്യത തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഈ വിടവ് നമ്മോട് പറയുന്നത്. കൂടാതെ തന്നെ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുക, വികസനവും അതേപോലെ തന്നെ കരുതലും എന്നിവ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വികസനത്തിന്റെ കാര്യത്തിലും ഒട്ടേറെ മുൻപോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിടവ് ഈ കോൺഗ്രസിൽ തീർത്ത ശൂന്യത എന്തൊക്കെയാണ്? വൃന്ദ, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയൻ, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം KSUവിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങി.
ഒരാണ സമരം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേരളത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് തങ്കലിപികളാൽ എഴുതപ്പെട്ട ചരിത്രമുള്ള സമരമാണ് ഒരാണ സമരം. ആ ഒരാണ സമരത്തിലടക്കം പങ്കെടുത്ത് കേരള വിദ്യാർത്ഥി യൂണിയനിലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലും അടക്കം തന്റേതായ പങ്ക് വഹിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാർത്ഥി രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കേരളത്തിലെ കലാലയങ്ങളിൽ സഞ്ചരിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് KSUവിന് അടിത്തറ പാകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അതോടൊപ്പം യൂത്ത് കോൺഗ്രസിലൂടെ തന്റെ യുവജന രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉമ്മൻചാണ്ടി, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരുവിധം എല്ലാ പദവികളും അലങ്കരിച്ച ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തര മന്ത്രിയായിരുന്നു, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, AICCയുടെ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളി രാഷ്ട്രീയ രംഗത്തും ഉമ്മൻചാണ്ടിയുടെ പങ്ക് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തൊഴിലാളി യൂണിയനുകളുടെ പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി. INTUCയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു ഉമ്മൻചാണ്ടി. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും താൻ കൈവച്ച മേഖലകളിലെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ വൃന്ദ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനവും കരുതലുമെന്ന മുദ്രാവാക്യം, അതിവേഗം ബഹുദൂരമെന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം അർത്ഥതലത്തിലെത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ മാന്ത്രികതയും. ഉമ്മൻചാണ്ടിയുടെ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ആളുകൾക്ക്, അതായത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങും തണലുമായി രാവും പകലുമില്ലാതെ ചൂടും തണുപ്പുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറ്റൊരു നേതാവിനും അനുകരിക്കാൻ കഴിയാത്ത, അതിൽ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും അനുകരിക്കാൻ കഴിയാത്ത, മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അനുകരിക്കാൻ കഴിയാത്ത ഒരു പരിപാടിയായിരുന്നു ജനസമ്പർക്ക പരിപാടി. ആ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതോടൊപ്പം വൃന്ദ പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ, വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം, ഇത്തരത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്തെമ്പാടും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലയളവിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജുകളുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ്, മഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിക്കൊണ്ട് കേരളത്തിലാകെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മാത്രം അറിയപ്പെടുന്ന 2 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് വേണ്ടി അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ച ഉമ്മൻചാണ്ടി. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഉമ്മൻചാണ്ടി. ഇത്തരത്തിൽ കേരളത്തിന്റെ വികസന രംഗത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് കേരള രാഷ്ട്രീയത്തിന് കഴിഞ്ഞ 2023 ജൂലൈ മാസം 18 നഷ്ടമാകുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങൾ, അതിൽ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ കേരള രാഷ്ട്രീയം ഒന്നടങ്കം കൈയടിച്ച, വിമർശകർ പോലും അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ഒരുപാട് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ, കോക്ലിയർ ഇംപ്ലിമെന്റേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിന് സമ്മാനിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതോടൊപ്പം തീർച്ചയായും ഒരു വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികളാണ് സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ജനകീയ മനസ്സിലിടം നേടിയ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് 1 ആണ്ട് തികയുന്നു.